മലപ്പുറത്ത് വൻ ലഹരിവേട്ട 265 ഗ്രാം MDMA സ്ത്രീ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവർ പിടിയിലായത്. ഷഹദ് റഹ്മാൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷഹദ്, ഇവരാരാണ്? ഇവരുടെ ലഹരി ഇടപാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഗോകുൽ, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ വലിയ രീതിയിലുള്ള ലഹരിവേട്ട നടന്നിട്ടുള്ളത്. വിപണിയിൽ 13.5 ലക്ഷം രൂപ വില വരുന്ന MDMA ഒരു സ്ത്രീ അടക്കം 3 പേരാണ് എക്സൈസിന്റെ പിടിയിലായിട്ടുള്ളത്. രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് എക്സൈസ് ഇൻസ്പെക്ടർ N നൌഫലും അതുപോലെ തന്നെ സംഘവും നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് നിലമ്പൂർ വടപുറം താളിപ്പൊയിൽ റോഡിൽ വെച്ച് ഈ സംഘം പിടിയിലാകുന്നത്. താമരശ്ശേരി വെളിമണ്ണ സ്വദേശി പാലാട്ട് ഷിഹാബുദ്ദീൻ, അതുപോലെ തന്നെ നിലമ്പൂർ സ്വദേശി പഴയകാലത്ത് മുഹമ്മദ് ഇജാസ്, തിരുവമ്പാടി മാട്ടുമ്മൽ ഷാക്കിറ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാറും വനം വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. താമരശ്ശേരിയിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന സംഘമാണ് പിടിയിലായിട്ടുള്ളത്. ചില്ലറ വിൽപ്പനക്കാരിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന സംഘമാണ് ഇവർ എന്നുള്ളൊരു വിവരമാണ് നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് നൽകുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും 265.14 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. സമീപ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ MDMA കണക്ക് കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 3 പേരും സുഹൃത്തുക്കളാണ്. ഇത്തരത്തിൽ ചെറിയ ചെറിയ കച്ചവടം ലക്ഷ്യമിട്ടാണ് ഇവർ 3 പേരും ഈ MDMA ഈ ജില്ലയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു വിവരമാണ് ലഭ്യമാകുന്ന വിവരം. ഈ വാഹനത്തിനുള്ളിൽ ഒരു രഹസ്യ അറ നിർമ്മിച്ച് ആ രഹസ്യ അറയ്ക്കുള്ളിൽ ഈ MDMA വെക്കുകയായിരുന്നു. തുടർന്ന് അവർ ജില്ലയിലേക്ക് കടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് എക്സൈസിന് ഇത്തരത്തിൽ രഹസ്യ വിവരം ലഭിക്കുകയും തുടർന്ന് ഇത് പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രതികളെ നാളെ നിലമ്പൂരിലെ കോടതിയിൽ ഹാജരാക്കും എന്ന വിവരമാണ് നിലവിലെ സാഹചര്യത്തിൽ എക്സൈസ് നമുക്ക് നൽകുന്നത്. ശരി ഷഹദ്, ഏതായാലും MDMA മൊത്ത വിതരണക്കാരാണ് പിടിയിലായിരിക്കുന്ന 3 പേരും. ഏതായാലും ഇവരെ നാളെ കോടതിയിൽ ഹാജരാക്കും. 265 ഗ്രാമിലധികം MDMA ഇവരുടെ പക്കലുണ്ടായിരുന്നു.